ഫുട്ബോളിനെ മാത്രം ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത വി പി സത്യൻ മരിച്ചിട്ട് ഇന്നേക്ക് 19 വർഷങ്ങൾ തികയുന്നു. 19 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈ പലവാരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കിടന്ന് ലഭിച്ച അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ കുറച്ച് കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കാൻ പറ്റാത്തതിന്റെ മാനസിക സമ്മർദ്ദം മൂലം വിഷാദ രോഗത്തിലേക്ക് പോയ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. കണ്ണൂരിൽ ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന നഗരത്തിൽ ജനിച്ചു വളർന്ന വി പി സത്യൻ 41 വയസ്സിൽ ജീവിതത്തോട് വിട പറയുമ്പോൾ 1993 ഏറ്റവും നല്ല ഇന്ത്യൻ ഫുട്ബോളർ എന്ന ബഹുമതി ലഭിക്കുമ്പോൾ 92 കേരളം സന്തോഷ് ട്രോഫി വെക്കുമ്പോൾ ക്യാപ്റ്റനായും 93 അത് നിലനിർത്തുമ്പോൾ ടീമംഗമായും ഉണ്ടായിരുന്നു. കേരള ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ വി പി സത്യൻ തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഊർജ്ജമെന്ന് തന്നെ വേണം പറയാനായിട്ട്. ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒരേ തോട്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ ഫുട്ബോൾ എന്ന ആ ഒരു വികാരം മാത്രം. ഇന്ത്യൻ ക്യാപ്റ്റനായി 10 തവണ അരങ്ങിലേക്ക് എത്തിയ വി പി സത്യൻ കേരളക്കാർക്ക് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയൊരു മാതൃകയായിരുന്നു. ജീവിതം ഫുട്ബോൾ എന്ന് മാത്രം എഴുതി വെച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാര്യ പോലും 2ാം സ്ഥാനത്തായിരുന്നു. മലയാളത്തിലെ ഒരു സിനിമ തന്നെ അദ്ദേഹത്തിനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് വലിയൊരു വാസ്തവം. ജയസൂര്യ നായനാക്കി ക്യാപ്റ്റൻ എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് വി പി സത്യൻ എന്ന വലിയൊരു സത്യത്തെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ ബാങ്കിൽ ജോലി ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കെ ഇന്ത്യൻ ബാങ്ക് ടീമിന്റെ കോച്ചായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് കളിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. കാൽമുട്ടിനേറ്റ ഒരു പരിക്ക് അദ്ദേഹത്തിന് വിനയായി. കളിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ആ സമയത്ത് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുകയും കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഒരുപാട് അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് വിഷാദ രോഗത്തിന് അടിമപ്പെടുകയും അതിൽ നിന്നുമാണ് ഫുട്ബോളില്ലെങ്കിൽ തനിക്ക് ജീവിതമില്ല എന്നൊരു തീരുമാനം ഒരുപക്ഷെ വി പി സത്യൻ എന്ന ഇതിഹാസ താരം എടുത്തിരിക്കുക. എന്നിരുന്നാലും അദ്ദേഹം കളിച്ചു തീർത്ത അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഇന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വി പി സത്യന്റെ 19 വർഷങ്ങൾ ഇപ്പോഴും വിട്ടുപോകാതെ മനസ്സിലിരിക്കുന്നു.